നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നാളെ നടക്കുന്ന മുംബൈ വേഴ്സസ് പഞ്ചാബ് മത്സരത്തെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് പ്രിവ്യൂ ആണ്. മുംബൈ ആയാലും ശരി, പഞ്ചാബ് ആയാലും ശരി, മുംബൈ തോൽവിയിൽ നിന്ന് പടുകൂറ്റൻ തോൽവിയിലേക്ക് പോയിട്ട് ഒന്നും നഷ്ടപ്പെടാനിലാണ് മുംബൈ വരുന്നത്. അതേസമയം നഷ്ടപ്പെടാൻ ഒരുപാടുള്ള പഞ്ചാബ് വീണ്ടും അങ്ങനെയുള്ള മത്സരങ്ങൾ ഒരുപാട് ഈ സീസണിൽ നമ്മളിപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മത്സരം പഞ്ചാബിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് ആദ്യം തന്നെ ഒരു പിച്ച് കണ്ടീഷൻസിലേക്ക് പോവാം. അരുൺ ബ്രോ, വെൽക്കം ടു ദ ഷോ. അതെ, നിങ്ങളുടെ ഫീൽഡിലേക്ക് ഈ ഒരു വീഡിയോ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്രിക്കറ്റ് ആരാധകനായിരിക്കണം, അല്ലെങ്കിൽ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾ ആയിരിക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു ലൈക്കോ കമൻറ്റോ സബ്സ്ക്രിപ്ഷനോ നമ്മളെ ഒരു ബൂസ്റ്റ് ചെയ്യാനൊരു ഹെൽപ്പായിരിക്കും. നിങ്ങളുടെ സൈഡിൽ നിന്ന് ആ ഒരു കാര്യങ്ങളുണ്ടാവും എന്ന് കരുതി നമ്മൾ ക്രിക്കറ്റിലേക്ക് കടക്കാം. ധരംശാലയിലാണ് കളി നടക്കാൻ പോകുന്നത്. 2023 മുതലുള്ള ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 4 തവണ ബാറ്റിംഗ് ഫസ്റ്റ് ജയിക്കുകയും 2 തവണ ബാറ്റിംഗ് സെക്കൻഡ് ജയിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിട്ടുള്ളത് ജയിച്ച ടീംസിൻ്റെ. അതിനോടൊപ്പം തന്നെ അവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഡ്യൂ എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണാം, പുറകിൽ തന്നെ വലിയ മഞ്ഞ് മലകളാണ്. അപ്പോൾ അവിടെ ഡ്യൂ എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ കളി കണ്ടാൽ തന്നെ സെക്കൻഡ് ഹാഫിൽ അയ്യർ ചെന്ന് ബോൾ മാറ്റുന്നതും കണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഡ്യൂ ഒരു ഹെവി ഫാക്ടറാണ്. പക്ഷേ ഇന്നലത്തെ കഴിഞ്ഞ ലാസ്റ്റ് കളിച്ച കളി പോലും 210 അടിച്ചിട്ട് പോലും അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നവുമാണ്. അപ്പോൾ അവിടെ എത്രയാണ് ആവറേജ് ടോട്ടൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസെൻ്റ്ലി എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 200-210 മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് പ്ലസ് ഒരു 20 എന്നുള്ള രീതിയിലായിരിക്കും ഒരു ആവറേജ് വിന്നിങ് ടോട്ടൽ എന്നുള്ള രീതിയിൽ ഒരു 230 അടിക്കുക എന്നുള്ളതായിരിക്കും ഈ ടീമിൻ്റെ പ്ലാൻ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അവിടെ സ്പിന്നേഴ്സ് കമ്പാരിറ്റീവ്ലി ഒട്ടും എഫക്റ്റീവ് അല്ല. ഇപ്പോൾ കഴിഞ്ഞ കളിയാണെങ്കിൽ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അവിടെ ഡൽഹിയുടെ സൈഡിൽ നിന്ന് അക്ഷർ പട്ടേലോ കുൽദീപ് യാദവോ ടീമിൽ പോലും ഇല്ലായിരുന്നു. അക്ഷർ പട്ടേൽ ഉണ്ടായിരുന്നിട്ട് പോലും ബോൾ ചെയ്തില്ല. അതേപോലെ തന്നെ ഇപ്പുറത്ത് ചഹൽ എന്ന് പറഞ്ഞ വേൾഡ് ക്ലാസ് ബോളർ ഉണ്ടായിട്ട് പോലും ബോൾ ചെയ്തിട്ടില്ല. കാരണം വരുന്നില്ല, ചഹലിൻ്റെ ആ ഗ്രൗണ്ടിലെ എക്കോണമി തന്നെ 12-നടുത്താണ്. അപ്പോൾ സ്പിന്നേഴ്സ് ടച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഗ്രൗണ്ട്സിലെല്ലാം സിക്സ് ഹിറ്റിംഗ് ഭയങ്കര എളുപ്പമാണ്. അത് ചിന്നസ്വാമിയാണെന്നുണ്ടെങ്കിലും ധർമ്മശാലയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫാക്ടർ കൊണ്ടായിരിക്കാം സ്പിന്നേഴ്സിനെ അധികം അവിടെ ചെയ്തിട്ടില്ല. കഴിഞ്ഞ കളിയിലാണെങ്കിൽ തന്നെ 39 ഓവറും ഇറങ്ങിയത് ഫാസ്റ്റ് ബോളേഴ്സ് ആയിരുന്നു. അപ്പം ഫാസ്റ്റ് ബോളേഴ്സ് ഇൻറ്റു ഫാസ്റ്റ് ബോളേഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും അവിടുത്തെ ഒരു കോമ്പറ്റീഷൻ വരുന്നത്. അപ്പം നമ്മൾ വന്ന വഴി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എക്സ്ട്രാസ്. അവിടെ ഒരു കളി ജയിക്കാനും തോക്കാനും എക്സ്ട്രാസ് ഭയങ്കര ഡിസൈസീവ് ആയിട്ടുള്ള ഫാക്ടറാവും. കഴിഞ്ഞ കളിയാണെങ്കിൽ തന്നെ ഇരു ടീമുകളും ഫസ്റ്റിൽ DC 17 എക്സ്ട്രാ കൊടുത്തു, സെക്കൻഡ് വന്ന് ബോൾ എറിഞ്ഞ പഞ്ചാബ് 18 എക്സ്ട്രാസ് കൊടുത്തു. അവിടെ എക്സ്ട്രാസ് ഹൈലി പോകുന്ന ഒരു ഗ്രൗണ്ടാണ്, അതും കട്ട് ഡൗൺ ചെയ്യണം. അതിലും ഉപരി ഫീൽഡിങ്, ഇരു ടീമിൻ്റെ ഫീൽഡിങ്ങിനെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ്. ക്യാച്ച് തന്നെ പഞ്ചാബ് 15 എണ്ണമാണ് ഈ സീസണിൽ കളഞ്ഞത്. തൊട്ടുപുറയിലുണ്ട് മുംബൈയും 10 എണ്ണം. അതെല്ലാം ഉപരി ഔട്ട്ഫീൽഡിലെ മിസ്ഫീൽഡിൻ്റെ നമ്പർ ഓഫ് കൗണ്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പത്തറ്റിക്കാണ് രണ്ട് ടീമിൻ്റെയും. മനസ്സിലായി? ആ ഒരു 10-15 റണ്ണ് ബൗണ്ടറി റൈഡേഴ്സൂടെ കട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്രൂഷ്യൽ ഫാക്ടർ ആവാൻ വളരെ സാധ്യതയുള്ളൊരു കളിയുമാണിത്. ഈ പഞ്ചാബ് നോക്കിക്കഴിഞ്ഞാൽ റീസെൻ്റ്ലി 4 കളികളും പരാജയത്തിന് ശേഷം വരികയാണ്. മുംബൈ ആണെങ്കിലും കഴിഞ്ഞ ഒരു 5 കളി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണം മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. ആരായിരിക്കും ഈ ഒരു ലൂസിങ് സ്ട്രീക്ക് ഇന്ന് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതേ ആകെ ഇതിനകത്ത് വ്യത്യാസമായിട്ടുള്ളൂ. രണ്ട് ടീമും ഒരേ കാർബൺ കോപ്പിയാണ് ഇപ്പോഴത്തെ ഫോം അനുസരിച്ച്. ടോപ്പ് ഓർഡേഴ്സ് ഓപ്പണിംഗ് പെയർ എക്സ്പ്ലോസീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിഡിൽ ഇറങ്ങുന്ന ബാറ്റ്സ്മാൻമാർ ടേക്ക് ഓൺ ചെയ്ത് ഒരു നല്ല ടോട്ടലിലേക്ക് എത്തിക്കുകയും അല്ലെ ബോളേഴ്സ് അതിനെ സപ്പോർട്ടീവായിട്ട് നിൽക്കുകയും ചെയ്യും. ഇപ്പുറത്ത് മുംബൈയുടെ ആണെങ്കിലും സെയിം തന്നെയാണ്. ഓപ്പണേഴ്സ് എക്സ്പ്ലോസീവ് ആവുന്ന കളികൾ ജയിക്കുകയും മിഡിൽ ഓവേഴ്സ് അല്ലാത്ത പക്ഷം സ്ട്രഗിൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. രണ്ടുപേരെയും ബോളിങ് എക്സ്പെൻസീവ് തന്നെയാണ്. രണ്ട് ടീമിൻ്റെയും ബോളേഴ്സ് റണ്ണ് വിട്ടു കൊടുക്കുന്നതിൽ ഒരു മടിയും കാണിച്ചിട്ടില്ല ഈ ടൂർണമെൻറ്റിൽ. ഇപ്പുറത്താണെങ്കിൽ അസീബിന് ഓവർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടീമും ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ബുംറയെ ഓവർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടീമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പുറത്ത് രണ്ടിടത്തും നല്ല ഒരേപോലെ തന്നെ കൂട്ടാവുന്ന വേൾഡ് ക്ലാസ് സ്പിന്നേഴ്സും ഉണ്ട്. പക്ഷേ സ്പിന്നേഴ്സ് ഇവിടെ അത്ര എഫക്റ്റീവ് ആവത്തില്ല. ആകെ ഈ കളിയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ക്യാപ്റ്റൻസിയാണ്. രണ്ട് ടീമും ഒരേ കൂട്ടാണെങ്കിൽ പോലും ഒരു ടീം മുകളിൽ നിൽക്കാനും ഒരു ടീം താഴെ നിൽക്കാനും ഉണ്ടായ ഡിസൈസീവ് ഫാക്ടർ ക്യാപ്റ്റൻ എടുക്കുന്ന ക്രൂഷ്യൽ ടൈമിലെ ഡിസിഷൻസാണ്. അത് പഞ്ചാബിനെ സംബന്ധിച്ച് ചെന്നൈയെക്കാട്ടിൽ ഫാർ മോർ ബെറ്റർ ആയിരുന്നു ഈ കഴിഞ്ഞ കളികളെല്ലാം. അതുകൊണ്ടാണ് പഞ്ചാബ് എന്ന് പറഞ്ഞ ടീമിൽ മുന്നിലും മുംബൈ എന്ന് പറഞ്ഞ ടീം ഒരുപാട് താഴെയുമായി പോകാനുണ്ടായ കാരണം. ഇപ്പോ നമ്മൾ ഈ പഞ്ചാബിന്റെ ടീം പറയുമ്പോഴത്തേക്ക് പഞ്ചാബ് ഈ
ഈ RCBയുടെ ടീം പറഞ്ഞതുപോലെ തന്നെ ഒരു അഡമന്റ് ആയിട്ട് അവരുടെ പ്ലേയിങ് ലെവലിൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ ഈ ഒരു മാച്ചിലേക്ക് നോക്കുമ്പോഴത്തേക്ക് പഞ്ചാബിന് ഈ മാച്ച് ജയിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഈ ഇതുവരെയുള്ള മാച്ച് പോലെയല്ല. ഇപ്പൊ നേരത്തെ ഒരു 6 മാച്ചസ് കണ്ടിന്യൂസ് ജയിക്കുക, ഒരു മാച്ചിന്റെ ഒരു അര പോയിന്റ് കിട്ടുകയൊക്കെ ചെയ്ത സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പഞ്ചാബ് അല്ല ഇപ്പോൾ. കണ്ടിന്യൂസ് ആയിട്ട് 4 മാച്ച് പരാജയപ്പെട്ട് പോയിന്റ് ടേബിളിന്റെ ടോപ്പിൽ നിന്ന് 4ാം സ്ഥാനത്തേക്ക് ഇനി ഒരു തോൽവി ഏറ്റുവാങ്ങി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടുന്ന് താഴേക്ക് പോകുന്ന ഒരു എഡ്ജിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ നിൽക്കുന്ന പഞ്ചാബിനെ സംബന്ധിച്ച് ഇനിയും ആ ഒരു കോമ്പിനേഷനിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുന്നതിന് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. RCBയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, അവർ അങ്ങനെ ചെയ്യത്തുള്ളൂ. പക്ഷെ അതിലും ഒരു ദയനീയമായ അവസ്ഥയിലാണ് പഞ്ചാബിന്റെ ടീം. RCBക്ക് ബോളിംഗ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ്. ഇപ്പൊ ഹേസൽവുഡ് ആയാലും അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ ആയാലും വേണ്ട സമയത്ത് ഡെലിവർ ചെയ്തിട്ടുള്ള അത്ര സ്ട്രോങ്. പക്ഷെ പഞ്ചാബ് അങ്ങനെയുള്ള ഒരു ടീമേ അല്ല. അപ്പൊ അതുകൊണ്ട് അടിമുടി പ്രശ്നങ്ങളുള്ള ഒരു ടീമിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. എസ്പെഷ്യലി മാർക്കോ യാൻസ് എന്ന് പറഞ്ഞൊരു പ്ലെയർ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ്. എന്റെ ഫേവറേറ്റ് ടീമായിട്ടുള്ള സൗത്ത് ആഫ്രിക്കയുടെ പ്ലെയർ ആണ്. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല, ഈ സീസണിൽ വളരെ മോശം പെർഫോമൻസ് ആണ്. അവിടെ അസമത്തുള്ള ഒമസായ് എന്ന് പറയുന്ന ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഓൾറൗണ്ടർ റീപ്ലേസ്മെന്റ് ആയിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒമർസായെ പരീക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കും. വേറൊരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റോയിനിസിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒമർസായിന്ന്. പക്ഷേ സ്റ്റോയിനിസ് ബാറ്റ് കൊണ്ട് പല മാച്ചുകളിലും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല അവരുടെ ഒരു ലോവർ മിഡിൽ ഓർഡറിലെ ഒരു നട്ടെല്ലും കൂടെയാണ് സ്റ്റോയിനിസ്. സോ ആ ഒരു ചേഞ്ച് എന്തായാലും പഞ്ചാബ് വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഒരു യാൻസന്റെ ചേഞ്ച് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വൈശാഖ് വിജയകുമാർ ടീമിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം വൈശാഖ് വിജയകുമാർ ഉറപ്പായിട്ടും ടീമിലേക്ക് തിരിച്ചു വരേണ്ട ഒരു പ്ലെയർ ആണ്. കഴിഞ്ഞ മാച്ചിൽ ആവശ്യമില്ലാത്തൊരു ചേഞ്ച് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സേവിയർ ബ്രാത്ത്ലെറ്റ് ടീമിലേക്ക് വരണം, അല്ലാന്നുണ്ടെങ്കിൽ ഫർഗൂസൺ ടീമിലേക്ക് വരണം. പ്ലസ് ഹർഷ്ദീപ് സിംഗ് കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ബെറ്റർ ഒരു ഔട്ട്പുട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ വേറെ എനിക്ക് അഭിപ്രായം അറിയേണ്ട ഒരു ചേഞ്ച്, നമ്മുടെ ടോപ്പ് ഒന്നെങ്കിലും വിഷ്ണു വിനോദ്, നമ്മുടെ കേരളത്തിന്റെ സ്വന്തം വിഷ്ണു വിനോദിന് കളിക്കാൻ ടീമിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, ടോപ്പ് ഓർഡറിൽ പ്രഭ് ഇമ്രാൻ കഴിഞ്ഞ ഒരു 3-4-5 കളികളായിട്ട് കളിച്ചിട്ടുള്ള കളികൾ പോലും വളരെ ദയനീയമായിട്ടുള്ള സ്ട്രൈക്ക് റേറ്റ് ആണ്. ഒരു പവർ പ്ലേയിൽ ഈ പ്രയാൻ ഷാരിയെ കളിക്കുന്ന കിട്ടുന്ന എക്സ്പ്ലോസീവ് തുടക്കത്തിന് ക്യാപിറ്റലൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്നതിന്റെ ഒരു റീസൺ തന്നെ ശരിക്കും പറഞ്ഞ പ്രഭ് ഇമ്രാൻ ഒരു സൈഡിൽ നിന്ന് ആ ഒരു ലോ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്നതാണ്. കഴിഞ്ഞ മാച്ചിൽ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 2 ഓവറിൽ അവർ 50 കടന്നൊരു ടീം പിന്നീട് അങ്ങോട്ട് ഒരു 240 എത്തേണ്ട ഒരു സ്കോർ ശരിക്കും പറഞ്ഞാൽ എത്താൻ പറ്റതായി പോയത് ആ ഒരു പവർ പ്ലേ ഫുൾ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് അങ്ങോട്ട് ശ്രേയസ് അയ്യറിന് അടക്കം ബാറ്റിംഗിൽ വന്ന സ്ട്രൈക്ക് റേറ്റിന്റെ കുറവ്, ആ ഒരു ഇന്റന്റിന്റെ കുറവ് കൊണ്ടാണ്. സോ അവിടെ ഒന്നുകിൽ പ്രഭ് ഇമ്രാന് പകരം വിഷ്ണു വിനോദ് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ശശാങ്ക് സിംഗിന് പകരം വിഷ്ണു വിനോദ് ആ ഒരു പൊസിഷനിൽ കളിക്കുമെന്ന് എനിക്കറിയില്ല. പലപ്പോഴും കളിച്ചിട്ടുണ്ട്, പക്ഷെ റീസെന്റ് ഏത് പൊസിഷനിലാണ് കളിക്കുന്നത് എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ ആ ഒരു ബാറ്റിംഗിൽ പുതിയൊരു ഒരു പെർസ്പെക്റ്റീവ് ആ ഒരു ബാറ്റിംഗ് ഓർഡറിന് കിട്ടാൻ വേണ്ടി ഒരു ഫ്രഷ് അപ്രോച്ച്, ഒരു മുഖം വരുമ്പോഴത്തേക്ക് ഒരു മാറ്റം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബാക്കി വേറെ മാറ്റങ്ങളൊന്നും പഞ്ചാബിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്, ചാഹൽ തീർച്ചയായിട്ടും കളിക്കും. കഴിഞ്ഞ കളിയിൽ ചാഹലിനെ അവർ എറിയിപ്പിച്ചില്ല എന്നുള്ളത് ഒരു ബ്ലണ്ടറായിട്ട് തന്നെ ഞാൻ ഇപ്പോഴും കരുതുന്നു. അവിടെ ചാഹലിന് ഒരു എക്കണോമിക്കലി അത്ര നല്ലൊരു ഗ്രൗണ്ട് അല്ലെങ്കിൽ പോലും ടീമിലിട്ട ഒരു പ്ലെയറിനെ, ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളറിനെ യൂസ് ചെയ്യാതിരുന്നത് ഒരു ബ്ലണ്ടറായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഇനി ആയാലും അവർ ഈ ഒരു ചാഹലിനെ, എനിക്ക് തോന്നുന്നു ആ 2 ലെഫ്റ്റ് ഹാൻഡർ കളിപ്പിച്ചത് കൊണ്ട് ആ ചാഹലിനെ കളിപ്പിക്കായിരുന്നു. എങ്കിൽ പോലും അതൊരു എക്സ്ക്യൂസ് ഇല്ല. ചാഹൽ ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ്, എക്സ്പെൻസീവ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആയാൽ തന്നെ ബ്രേക്ക് ത്രൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാഹലിനെ കൃത്യമായിട്ട് അവർ യൂസ് ചെയ്യും എന്ന് തന്നെ ഞാൻ കരുതുന്നത്. അതാണ് പഞ്ചാബിന്റെ ഒരു സ്ഥിതി. ഇനി മുംബൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും മുംബൈയുടെ ടീമിനകത്ത് ഒന്നുള്ളത് ഈ ഒരു രാജ് അങ്കഡ് ബാവ ഒരു IPL ലെവലിലൊന്നും പെർഫോം ചെയ്യാനുള്ള ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരിപ്പോ ഈ ഒരു സീസൺ തന്നെ മടുത്ത് ഇത്രയും പരാജയം ഏറ്റുവാങ്ങി ഹാർദിക് പാണ്ഡ്യ ടീമിൽ ഇല്ലാതെ സൂര്യകുമാർ യാദവ് വരുമ്പോൾ ടീം മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിച്ച് സൂര്യകുമാർ യാദവ് വന്നിട്ടും ഒരു ഇമ്പാക്ട് പ്ലെയറിനെ കൊണ്ടുവന്നിട്ട് ബോൾ ചെയ്യിപ്പിക്കാതിരിക്കുന്ന ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് മുംബൈ ഇന്ത്യൻസ് ഉള്ളത്. അവിടെ അതുകൊണ്ടായിരിക്കും അവർ രാജ് അങ്കഡ് ബാവയെ കളിപ്പിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഷർദുൽ താക്കൂർ ഇതിലും താഴെയായി പോകുന്നത് എനിക്ക് മനസ്സിലാക്കുന്നില്ല. രാജ് അങ്കഡ് ബാവയെ കാട്ടി താഴെയാണോ ഷർദുൽ താക്കൂർ എന്ന് എനിക്കത് ഒരിക്കലും കൺവിൻസിംഗ് ആയിട്ട് തോന്നിയതേ ഇല്ല. എന്തായാലും അവരിപ്പോ വേറെ പ്ലേയേഴ്സിനെ കളിപ്പിക്കുകയാണെങ്കിൽ ഓക്കെ, ഈ രാജ് അങ്കഡ് ബാവയെ വെച്ചിട്ട് ടീമിലെടുത്തിട്ട് ഷർദുൽ താക്കൂറിനെ പുറത്തെടുത്തതിന് എനിക്ക് ഒരു അഭിപ്രായമില്ല. കഴിഞ്ഞ മാച്ചിൽ ഒരുപക്ഷെ ഷർദുൽ താക്കൂർ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ബാറ്റിംഗിലും അതുപോലെ തന്നെ ബോൾ ചെയ്തപ്പോഴും ഡെലിവർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസ് കുറച്ചും കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള അതുപോലെ തന്നെ ബോഷിനെ നേരത്തെ ഇറക്കുന്ന ഒരു ഡിസിഷൻ, ബോഷൊക്കെ ശരിക്കും നമ്പർ 5 നമ്പർ 6 കളിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനാണ്. സോ ഒരു ബെറ്റർ ആയിട്ട് റിസോഴ്സിനെ യൂസ് ചെയ്യുന്ന ഒരു മുംബൈ ഇന്ത്യൻസിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊരു ഇത്ര മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ എത്ര നമ്മൾ മോശം ആന മെലിഞ്ഞ തൊഴുത്തി കെട്ടാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് പറഞ്ഞ പോലെ അവർ പെർഫോം ചെയ്തതിൽ നമുക്ക് വിഷമം തന്നെയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ല. അവരുടെ ഒരു ലെവലുണ്ട്, ആ ലെവലിലുള്ള ഒരു പെർഫോമൻസ്
ഇനി ഒരു എൻഡ് ഓഫ് ദി സീസൺ എങ്കിലും അവർ കാഴ്ചവെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തി ഉള്ള റിസോഴ്സിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് നല്ലൊരു മാച്ച്, കളി ജയിക്കില്ല എന്നുള്ളതല്ല, ആ ഒരു ഫൈറ്റ്, മുംബൈ ഇന്ത്യൻസിന്റെ ആ ഫൈറ്റ് തീർച്ചയായിട്ടും ഈ മാച്ചിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു മാച്ച് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്നവർക്കും ഒരു സെറ്റ് ആയിരിക്കും. പഞ്ചാബ് ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എങ്കിലും ഞാൻ ഇതിനകത്തിൽ പറയാം, ഇവർ ഇതിന് മുമ്പ് ഈ ടൂർണമെന്റിൽ ഒന്ന് കളിച്ചതാണ്. അന്ന് മുംബൈ 195 റൺ എടുത്തു 6 വിക്കറ്റിന് 20 ഓവറിൽ. പഞ്ചാബ് ആണെങ്കിൽ അത് 16 ഓവറിൽ ചേസ് ചെയ്തു 198-ന് 3 എന്നുള്ള രീതിയിൽ. അന്നാണ് ഡിക്കോക്കിൻ്റെ ആദ്യത്തെ സെഞ്ചുറി വരുന്നത് 6 പന്തിൽ 112 എന്നുള്ള രീതിയിൽ. അന്ന് നമന്ദീറും 50 റൺ എടുത്തിരുന്നു 31 ബോളിൽ. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ പ്രഭ്സിമരൻ സിംഗ് 80 റൺ എടുത്തു 39-ൽ. അയ്യറും എടുത്തു 66 റൺ. അന്ന് ബോളിംഗിൽ ഏറ്റവും നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഹർഷീപ് സിംഗ് ആണ്. 4 ഓവറിൽ 22 റൺ എന്നുള്ള നിലയിൽ 3 വിക്കറ്റ് എടുത്തു. ഇതിനകത്തിൽ എനിക്ക് മനസ്സിലായിടത്തോളം കാര്യം ഇതിൽ ഈ പ്രഭ്സിമരൻ്റെ കളി ഡയറക്റ്റ്ലി ഡിപ്പെൻഡൻറ്റ് ടു പഞ്ചാബിൻ്റെ വിന്നർ ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ പഞ്ചാബ് തോറ്റിട്ടുള്ള 4 കളികൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പ്രഭ്സിമരൻ സിംഗ് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ കളിയാണെങ്കിൽ 18 റണ്ണ് 15 പന്തിൽ നിന്ന്. അതിന് മുമ്പത്തെ കളിയാണെങ്കിൽ 3 റണ്ണ് 4 ബോളിൽ നിന്ന്. അതിന് മുമ്പത്തെ ആണെങ്കിൽ 15 റൺ 14 ബോളിൽ നിന്ന്. അതിന് മുമ്പത്തെ കളിയാണെങ്കിൽ 59 റൺ അടിച്ചു, പക്ഷേ അത് 44 ബോളിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് സ്ട്രൈക്ക് റേറ്റും ഇൻകൺസിസ്റ്റൻസി ഇൻ ദ റണ്ണും ഒരു വലിയ ഫാക്ടറായിട്ട് റീസെൻ്റ്ലി പ്രഭ്സിമരൻ സിംഗിന് തോന്നുന്നുണ്ട്. അതിനെ പെർഫെക്റ്റ്ലി റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന വിക്കറ്റ് കീപ്പിംഗ് ബാറ്റ്സ്മാൻ, എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാനാണ് നമ്മുടെ മലയാളിയായിട്ടുള്ള വിഷ്ണു വിനോദ്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടതാണ് ശ്രേയസ് അയ്യരുടെ റീസെൻ്റ് റണ്ണും. ശ്രേയസ് അയ്യർ 36 പന്തിൽ 59 അടിച്ചു കഴിഞ്ഞ കളി. അതിന് മുമ്പത്തെ കളി 5 ബോളിൽ 5ഉം, അതിന് മുമ്പത്തെ കളി 21 ബോളിൽ 19ഉം, അതിന് മുമ്പത്തെ കളി 27 പന്തിൽ 30 മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രേയസ് അയ്യറിൻ്റെയും സ്ട്രൈക്ക് റേറ്റ് ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക്കലി വീഴുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ശ്രേയസ് അയ്യറിന് ഗ്രൗണ്ടിലെ ആവറേജ് എന്ന് പറയുന്നത് 70+ ആണ് ധർമ്മശാലയിലെ. അത് ശ്രേയസ് അയ്യറിന് പ്ലസ് ആണെന്നുണ്ടെങ്കിലും പക്ഷേ റീസെൻ്റ് റണ്ണ് ഈ 2 ബാറ്റ്സ്മാന്മാരെയും വളരെ മോശമാണ്. അത് വളരെ രീതിയിൽ പഞ്ചാബിൻ്റെ വിജയത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പുറം വശം നോക്കിക്കഴിഞ്ഞാൽ ഹർഷീപ് സിംഗ് എന്ന് പറഞ്ഞ ബോളറിൻ്റെ ഫേവറേറ്റ് ഗ്രൗണ്ടാണിത്. പുള്ളി 4 കളി ഇവിടെ കളിച്ചിട്ടുള്ളതിൽ 11 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. മിനിമം ഒരു കളി 2.9, അതായത് 3 വിക്കറ്റ്സ് വീതം പുള്ളി ഒരു കളിയിൽ എടുക്കുന്നുണ്ടെന്നാണ് സാരം. ഇപ്പോൾ അതുകൊണ്ട് ഇതിനകത്തിൽ വരാൻ പോകുന്ന 3 ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രതീക്ഷിക്കുന്ന 3 ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വിഷ്ണു വിനോദ് ചിപ്പിൻ ഫോർ പ്രഭ്സിമരനും, അതേകൂട്ട് തന്നെ യഷ് ഠാക്കൂറിന് പകരം വിജയകുമാർ വൈശാഖും, അതിനോടൊപ്പം തന്നെ മാർക്കോ ജെയിംസിന് പകരം ലോക്കി ഫെർഗൂസണും. ആ 3 സ്വാപ്പ് ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇതിനകത്തിൽ ഉണ്ടാകുക. മുംബൈയുടെ ടീം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റർലി ഡിഫറെൻറ്റ് പോസ്പെക്റ്റീവാണ് അവിടെ നടക്കുന്നത്. എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ 24 പേര് കളിച്ചു ഔട്ട് ഓഫ് 25 പ്ലേയേഴ്സ്. ഈ ഹതഭാഗ്യനായിട്ടുള്ള ഒരാളാരാന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ടീമിൽ മറ്റേ സച്ചിൻ്റെ മകനുണ്ടായിരുന്നുണ്ടെങ്കിൽ പുള്ളിക്കും ഉറപ്പായിട്ടും അവസരം കിട്ടിയതിനായിരുന്നു. അവത്വശാൽ കൃത്യസമയത്ത് പുള്ളി ചാടി മറ്റൊരു ടീമിൽ പോയി എന്നുള്ളതാണ് ഏറ്റവും സങ്കടമായിട്ടുള്ള കാര്യം. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഓവർ ഡിപ്പെൻഡൻ്റ് ആണ് ബുംറയാണ്. ഇപ്പോൾ ബുംറ ഡെലിവർ ചെയ്തെന്നുണ്ടെങ്കിലും പിന്നെയും ബുംറയിലേക്ക് ഒരുപാട് ലോഡ് എത്തുന്നതായിട്ട് എനിക്ക് തോന്നി. മോസ്റ്റ് പ്രോബബ്ലി അവർ ഇനി നോക്കുക നെക്സ്റ്റ് സീസണിലേക്ക് എങ്ങനെ ഒരു ടീമിനെ ഗ്രൂം ചെയ്യുക. അതുകൊണ്ട് മിക്കവാറും കുറച്ച് പേർക്കെങ്കിലും റെസ്റ്റ് കൊടുത്തുകൊണ്ട് ഒരു യങ്സ്റ്റർ ടീമിനെ ഇറക്കാനായിരിക്കും അവർ നോക്കുക. അല്ലാത്ത പക്ഷം ഒന്നുകിൽ രാജ്ഭവൻ മാറിയിട്ട് ഹാർദിക് പാണ്ഡ്യ വരും, അതുകൊണ്ട് രഘു ശർമ്മ മാറിയിട്ട് ഠാക്കൂർ എന്നുള്ള രീതിയിലായിരിക്കും വരിക. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റർലി ഒരു ന്യൂ സെറ്റ് ഓഫ് ടീമായിരിക്കും മുംബൈക്ക് വേണ്ടി ഇറങ്ങുക. മുംബൈയുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സൂര്യകുമാർ യാദവ് ആയിരുന്നു കഴിഞ്ഞ സീസണുകളിൽ. ഈ സീസണിൽ സൂര്യകുമാർ യാദവിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 17.7 ആണ്. ഇത്രയും കളി കളിച്ചിട്ടും ഇപ്പോൾ ഈ സൂര്യകുമാർ യാദവ് എന്ന് പറഞ്ഞ ബാറ്റ്സ്മാൻ ആണെങ്കിൽ ആകെപ്പാടെ 5 സിക്സേ ഈ ടൂർണമെൻറ്റിൽ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്കറിയാം എന്തോരം പുള്ളി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. ഇതിന് മുമ്പ് റീസെൻ്റ്ലി പുള്ളി അവിടെ കളിച്ചിട്ടുണ്ട് ധരംശാലയിൽ. അന്ന് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഡിസംബർ 14, 2025 വേണ്ടിയാണ് കളിച്ചത്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അന്ന് 12 റണ്ണാണ് പുള്ളി അടിച്ചത്. അത് 11 ബോളിലും അടിച്ചത്. നേരെ മറിച്ച് തിലക് വർമ്മയുടെയും ആവറേജ് ഈ തവണ അവരെ ടോട്ടലി പുൾ ഡൗൺ ചെയ്തു. ഒരു സെഞ്ചുറി ഉണ്ടെന്നുണ്ടെങ്കിലും അത് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയത്തക്ക രീതിയിലുള്ള ഒരു പെർഫോമൻസ് തിലക് വർമ്മയിൽ നിന്നുണ്ടായിട്ടില്ല. ഒരു സെഞ്ചുറിയുടെ ബലത്തിൽ ആയിട്ട് പോലും തിലക് വർമ്മ നോട്ട് ഔട്ട് സെഞ്ചുറിയുടെ ബലത്തിലാണെങ്കിൽ പോലും തിലക് വർമ്മയുടെ ആവറേജ് എന്ന് പറഞ്ഞ് 26 കിടക്കുക. ഇതിനു മുമ്പും തിലക് വർമ്മ അതേ ടൂർണമെൻറ്റിൽ ഡിസംബർ 14 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ധരംശാലയിൽ കളിച്ചപ്പം പുള്ളി 34 പന്ത് ഫേസ് ചെയ്തിട്ട് ആകെ 25 റൺ എടുക്കാനേ കഴിഞ്ഞുള്ളൂ എന്നുള്ളതും അവരെ സംബന്ധിച്ച് വറിയിങ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ എയ്തർ അവരുടെ സ്റ്റിക്ക് ഓൺ ആയിട്ട് ഒരു പ്ലേയിങ് 11, അതായത് ടേബിൾ ബോട്ടം ആകാതിരിക്കാൻ വേണ്ടി ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ഒരു രീതിയിലുള്ള അവരുടെ പ്ലേയിങ് 11 ഉണ്ടാകുന്ന 1-2 ചേഞ്ചസ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു അടുത്ത വർഷത്തേക്കിനെ നോക്കി ഒരു ഫ്രഷ് മുംബൈ ടീമായിരിക്കും ഇന്നത്തെ കളി ഇറങ്ങാൻ പോവുക. ഓക്കെ. അപ്പോൾ എന്തായാലും എനിക്ക് പഞ്ചാബ് ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. മുംബൈ ഇനി ജയിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല.
അപ്പോൾ പഞ്ചാബ് ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. അവര് ഒരു ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ട് നിന്നിട്ട് ടോപ്പ് 4 ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം എന്താണ് പഞ്ചാബിന്റെ പ്ലാൻ എന്താന്ന്. ക്യാച്ചസ് എങ്കിലും മര്യാദയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ കളി ജയിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കും. ഇത്ര വീക്കായിട്ടുള്ള ഒരു മുംബൈയുടെ കൂടെ ക്യാച്ചസ് മര്യാദയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ പഞ്ചാബ് ജയിക്കും തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു മത്സരത്തിന്റെ റിവ്യൂ അല്ലെങ്കിൽ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ ഞാനും അരുൺ ബ്രോയും ഒന്നിക്കുന്നതിന് വരെ ബൈ.